ബാലിയിൽ 3 രീതിയിലുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് പ്യൂർലി ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അവിടെ ആർക്ക് വേണമെങ്കിലും വരാം. മെയിനായിട്ട് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ടൂറിസം മാത്രമായിരിക്കും. പിന്നെ സ്പിരിച്വൽ ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. ഈ ടംബ്ലിംഗൺ ലേക്ക്, പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള ടെമ്പിൾ എന്നൊക്കെ പറയുന്നത് സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ ഭാഗമാണ്. ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമുണ്ട്, വരാം. പക്ഷേ വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള ടെമ്പിളിൻ്റെ അകത്തേക്ക് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല. എന്ത് രസമായിട്ടാണല്ലേ ഇപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ആ ടെമ്പിൾ. ആ ഒരു ഏൻഷ്യൻ ടെമ്പിളാണ്. എത്ര വർഷം പഴക്കമുള്ള ടെമ്പിളാണെന്നറിയോ. പിന്നെയുള്ളത് തീരെ ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. അത് മെയിൻലി ടെമ്പിൾസ് ആണ്. ഈ ബാലിയിൽ ലക്ഷക്കണക്കിന് ടെമ്പിൾസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ടെമ്പിൾസ് ആണ്. ടെമ്പിൾസ് എന്ന് പറയുമ്പോൾ ഒരു കറക്റ്റ് എണ്ണം എത്ര ടെമ്പിൾ ഉണ്ടെന്നുള്ളത് ആർക്കും അറിയാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. അത്രയ്ക്കധികം ടെമ്പിൾ ഉണ്ട്. ഈ ടെംപ്ലിംഗൻ ലേക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹിഡൻ ആയിട്ടുള്ള, അത്ര പോപ്പുലർ അല്ലാത്ത ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ആക്ച്വലി ഇത് ഇവിടെ വന്നപ്പോൾ 30,000 ഇവിടുത്തെ ഒരാളുടെ എൻട്രി ഫീ എന്ന് പറയുന്നത്. 30,000 ഇന്തോനേഷ്യൻ റുപ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏകദേശം ഒരു 165 രൂപയുടെ അടുത്തായി. പക്ഷേ 165 രൂപയ്ക്ക് ഫുൾ നല്ല വേർത്തായിട്ടാണ് തോന്നിയത്. കാരണം അത്ര ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്.